ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുടിവെള്ളത്തിനായി വേനൽക്കാലത്ത് നെട്ടോട്ടമോടുന്നതിനു പകരം മഴക്കാലത്ത് തന്നെ ജലസംരക്ഷണം ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. ഇതിനായി ജില്ലാ ഭരണാധികാരി കൂടിയ ജില്ലാ കളക്ടർ CA ലത പുതിയൊരു സംരംഭവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കുടിവെള്ളം പാഴാക്കാതെയും സ്വാഭാവിക ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചും നമുക്കും ഈ പദ്ധതിയിൽ കണ്ണികളാകാം. പ്രധാന വാർത്തകളിലേക്ക്. കുടിവെള്ളം അമൂല്യമാണ്, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്ന സന്ദേശവുമായി ശുദ്ധം സുന്ദരം നമ്മുടെ കോഴിക്കോട് പദ്ധതി തയ്യാറാവുന്നു. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന്റെ 23ാം വാർഷികം. അക്ഷരം പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതി 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിലെത്തി. വിവിധ തരത്തിലുള്ള നികുതി നിരക്കിൽ വ്യാപക പ്രതിഷേധം. മോട്ടോർ വാഹന ഉടമകളും തൊഴിലാളികളും സമരരംഗത്ത്. വാർത്തകൾ വിശദമായി. അക്ഷരം പഠിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച സാക്ഷരതാ പ്രവർത്തനം ഇന്ന് 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ വരെ എത്തി നിൽക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന്റെ 23ാം വാർഷിക ജില്ലാതല പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരള സംസ്ഥാനം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചിട്ട് 23 വർഷം പിന്നിടുകയാണ്. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന്റെ 23ാം വാർഷികാഘോഷ പരിപാടികൾ കോഴിക്കോട് ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ മീഞ്ചന്ത ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. കൌൺസിലർ CP മുസാഫിർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. അക്ഷരം പഠിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ച സാക്ഷരതാ പ്രവർത്തനം ഇന്ന് 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ വരെ എത്തി നിൽക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളതിൽ നിന്നും തുടങ്ങി പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ 4ാം തരം തുല്യതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. പല പഞ്ചായത്തുകളും അത് ഏറ്റെടുത്തുകൊണ്ട് തുല്യത മുഴുവൻ അവരുടെ പഞ്ചായത്തുകളിൽ തുല്യത നടപ്പിലാക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ നിന്നും 7ാം ക്ലാസും 10ാം ക്ലാസും. ജില്ലാ സാക്ഷരതാ സമിതി മെമ്പർ K. നാരായണൻ നമ്പൂതിരി മാസ്റ്റർ സാക്ഷരതാ പ്രഖ്യാപന സന്ദേശം നൽകി. തുടർന്ന് 10ാം തരം പഠിതാക്കൾക്ക് മോട്ടിവേഷൻ ക്ലാസും നൽകി. ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ VV ശ്യാംലാൽ, മീഞ്ചന്ത ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് KS കുസുമം, മീഞ്ചന്ത ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് MK അബ്ദുൽ ജലീൽ, K. നാണു മാസ്റ്റർ, P. ബിജു, ഉമ്മർ P. സാബിറ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് കോഴിക്കോട് ജില്ലയിൽ ശുദ്ധം സുന്ദരം നമ്മുടെ കോഴിക്കോട് പദ്ധതി തയ്യാറാകുന്നു. ജില്ലാ കളക്ടർ CA ലതയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടമാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത്. കുടിവെള്ളം അമൂല്യമാണ്, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നതാണ് പദ്ധതി സന്ദേശം. കോഴിക്കോട് ജില്ലയിൽ വരൾച്ച തടയാനും ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താനുമായി ശുദ്ധം സുന്ദരം നമ്മുടെ കോഴിക്കോട് പദ്ധതി നടപ്പിലാക്കുമെന്ന് ജില്ലാ കളക്ടർ CA ലത പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും പുറമെ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. കുടിവെള്ളം അമൂല്യമാണ്, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നതാണ് സംരംഭത്തിന്റെ സന്ദേശമെന്ന് കലക്ടർ പറഞ്ഞു. ദീർഘകാലാടിസ്ഥാനത്തിൽ ജനപങ്കാളിത്തത്തോടെയുള്ള സമഗ്ര കുടിവെള്ള സംരക്ഷണ പരിപാലന ഗുണവർദ്ധന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. കേന്ദ്ര ജലവിഭവ വികസന കേന്ദ്രം, മലിനീകരണ നിയന്ത്രണ ബോർഡ്, വിദ്യാഭ്യാസ വകുപ്പ്, ഗ്രാമവികസന വകുപ്പ്, വാട്ടർ അതോറിറ്റി, ഭൂഗർഭ ജല വകുപ്പ്, സോയിൽ കൺസർവേഷൻ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിവിധ സർക്കാർ പരിശോധനാ ലാബുകൾ എന്നിവയുടെ സഹകരണം ഇതിന് ലഭ്യമാക്കും. സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനകൾക്ക് ഈ സംരംഭത്തിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്നും കലക്ടർ പറഞ്ഞു. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളം വാട്ടർ അതോറിറ്റി, ഭൂഗർഭ ജലവകുപ്പ്, CWRDM എന്നിവയുടെ സഹകരണത്തോടെ പരിശോധന നടത്തും. പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും മറ്റും കേടായതും ജലം പാഴാകുന്നതുമായ ടാപ്പുകളും ടാങ്കുകളും മാറ്റി സ്ഥാപിക്കും.
ജില്ലയിലെ വരൾച്ചാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സ്ഥാപിക്കും. വരൾച്ചയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഇതിനകം അപേക്ഷ ലഭിച്ചവർക്ക് ഭരണാനുമതി നൽകിയതായും കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ടാങ്കർ ലോറികളിൽ ജലവിതരണം നടത്താൻ നിർദ്ദേശം നൽകിയതായും കലക്ടർ സൂചിപ്പിച്ചു. മലാപ്പറമ്പ് AUP സ്കൂൾ പൊളിച്ചുമാറ്റിയത് പൂർണ്ണമായും നിയമാനുസൃതമായിട്ടാണെന്ന് കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി. 2014 മാർച്ച് 31 വരെ മാത്രം മാനേജർ തസ്തികയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിക്കെതിരെ സ്കൂൾ മാനേജർ എന്ന നിലയിൽ നിയമ നടപടികൾ സ്വീകരിച്ചത് വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടിയത് നിയമാനുസൃതമായാണെന്ന് കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വെറും 44 കുട്ടികളാണ് സ്കൂളിൽ പഠിച്ചിരുന്നത്. ഇതിലേറെ പേരും വികലാംഗരാണ്. ഇത്തരം കുട്ടികൾ സാധാരണ സ്കൂളിലല്ല പഠിക്കേണ്ടത്. പേരിനു വേണ്ടി മാത്രമാണ് സ്കൂൾ നടത്തിക്കൊണ്ടുപോയത്. സ്കൂളിലെ അധ്യാപകരുടെ മക്കൾ പോലും പഠിക്കുന്നത് മറ്റു സ്കൂളുകളിലാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലുമില്ലായിരുന്നു ഈ വിദ്യാലയത്തിന്. ഈ സാഹചര്യത്തിൽ സ്കൂൾ മാനേജർക്ക് കെട്ടിടം പൊളിക്കാനുള്ള അനുമതി സർക്കാർ നൽകിയതുമാണ്. എന്നാൽ വലിയ കുറ്റകൃത്യം ചെയ്തതുപോലെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് മാനേജരായിരുന്ന വ്യക്തിയെ വേട്ടയാടുന്നത് ശരിയല്ലെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. അദ്ദേഹം മാനേജർ അല്ലാതിരുന്ന സമയത്ത് സ്വന്തം കെട്ടിടം പൊളിച്ചത് വ്യക്തിപരമായ താൽപര്യമാണെന്നും അവർ വ്യക്തമാക്കി. പല ഗവൺമെന്റ് സ്കൂളുകളും പൂട്ടുമ്പോൾ എന്തുകൊണ്ട് എയ്ഡഡ് സ്കൂളിനോട് മാത്രം ഇത്ര ഈ പ്രതിപത്തി? ഇതുവരെ ഈ ടീച്ചേഴ്സിനും നാട്ടുകാർക്ക് ഈ സ്കൂൾ വേണ്ടായിരുന്നു. ഈ സ്കൂളിൽ ഈ തോതിൽ എത്തിച്ചേരാൻ നാട്ടുകാരും ഈ അധ്യാപകരും തന്നെയല്ലേ? അതിന് മാനേജറെ കുറ്റം പറഞ്ഞ് അദ്ദേഹത്തെ ക്രിമിനലായി ചിത്രീകരിച്ച് ലുക്കൌട്ട് നോട്ടീസ്, അയാളെ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയിട്ടില്ല, അയാൾ ഒരു ദ്രോഹം അയാൾ ചെയ്തില്ല. അയാൾക്ക് നിയമാനുസൃതം അനുവദിച്ച KER ആക്ടിലും പറഞ്ഞ കാര്യങ്ങൾ അയാൾ ചെയ്ത് അത് ഗവൺമെന്റ് ചെയ്തു കൊടുത്തു എന്നുള്ളത് ഒരു ഇതുള്ളൂ. അതിന് മറുപടി പറയേണ്ടത് ഗവൺമെന്റാണ്. DD ആ ഉത്തരവ് നടപ്പിലാക്കിയില്ല. ഇതിന്റെ കോപ്പി കൊടുത്തത് DDക്കാണ് ഇത് നടപ്പിൽ വരുത്താൻ വേണ്ടി. ഏറെ ബുദ്ധിമുട്ടിയും പണം ചെലവഴിച്ചും സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകുന്ന മാനേജർമാരുടെ അവസ്ഥ മനസ്സിലാക്കി കേരളത്തിലെ എല്ലാ മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളുകളും സർക്കാർ ഏറ്റെടുത്ത് മാനേജർമാരെ ആത്മഹത്യാ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നും സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. വൃക്കരോഗികളായ പാവങ്ങളെ സഹായിക്കാനുള്ള സ്നേഹസ്പർശം പദ്ധതിക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി പൊതുവിഭവ സമാഹരണ യജ്ഞം നടത്തുന്നു. ആഗസ്റ്റ് 16, 17 തീയതികളിലാണിത്. ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കായി വാർഡുതല കൺവെൻഷനുകളും സംഘടിപ്പിക്കുമെന്ന് സ്നേഹസ്പർശം പദ്ധതി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ K. ജമീല പറഞ്ഞു. വൃക്കരോഗികളായ പാവങ്ങളെ സഹായിക്കാനുള്ള സ്നേഹസ്പർശം പദ്ധതിക്ക് ഫണ്ട് കണ്ടെത്താൻ പൊതുവിഭവ സമാഹരണ യജ്ഞം നടത്തുന്നു. ആഗസ്റ്റ് 16, 17 തീയതികളിലാണിത്. പ്രചരണ പ്രവർത്തനങ്ങളും വാർഡുതല കൺവെൻഷനുകളും സംഘടിപ്പിക്കും. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെയും ജനപ്രതിനിധികളെയും സന്നദ്ധ സേവന വോളണ്ടിയർമാരെയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും യജ്ഞത്തിൽ പങ്കാളികളാക്കും. 2 ദിവസങ്ങളായി മുഴുവൻ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 100ഓളം വൃക്കരോഗികൾക്കാണ് മാസം തോറും 2500 രൂപ വീതം ഡയാലിസിസിന് നൽകുന്നത്. തുക വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. മാസത്തിൽ 15 ലക്ഷത്തോളം രൂപയാണ് സ്നേഹസ്പർശം പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന കിഡ്നി പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി ചെലവിടുന്നത്. പദ്ധതി വിപുലീകരിക്കാനും കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനും ഫണ്ട് കൂടിയേ കഴിയൂ. പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കാനുള്ള മഹായജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് സ്നേഹസ്പർശം പദ്ധതി ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ K. ജമീല അഭ്യർത്ഥിച്ചു. 2011 ആരംഭിച്ച സ്നേഹസ്പർശം സൊസൈറ്റി ഡയാലിസിസിന് വിധേയരാവുന്ന സാധാരണക്കാരായ രോഗികളെ സാമ്പത്തികമായി സഹായിക്കുക, വൃക്ക മാറ്റിവെച്ചവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ലഭ്യമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. ജില്ലാ കളക്ടർ CA ലത, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ ബരദൂർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ഊർജവും പ്രദാനം ചെയ്തുകൊണ്ട് ശ്രീ നാട്യ കോഴ്സ് 4 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീത യോഗ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആർട്ട് ഓഫ് ലിവിംഗ് കോഴിക്കോടാണ്. SK പൊറ്റക്കാട് സാംസ്കാരിക നിലയം ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. മാനസികമായും ശാരീരികമായും സംഘർഷങ്ങൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഏതൊരാളും മാനസികമായും ശാരീരികമായും ഉന്മേഷവാനായിരിക്കുവാൻ ആഗ്രഹിക്കും. എന്നാൽ ജീവിക്കുവാനുള്ള ഓട്ടപ്പാച്ചിലിൽ ഒന്നിനും സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഏപ്രിൽ 23 മുതൽ 26 വരെ നൃത്തത്തിന്റെ ആനന്ദലഹരിയിലൂടെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ഊർജവും നൽകുകയാണ് ശ്രീ നാട്യ കോഴ്സ്. സുപ്രസിദ്ധ സാഹിത്യകാരിയായിരുന്ന ലളിതാംബിക അന്തർജനത്തിന്റെ പൗത്രിയും കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ടീച്ചറിന്റെ ശിഷ്യയുമായ
ശോഭ അന്തർജനത്തിന്റെയും പ്രശസ്ത നർത്തകി ഉത്തര അന്തർജനത്തിന്റെയും നേതൃത്വത്തിലാണ് 4 ദിവസത്തെ സംഗീത യോഗ ക്ലാസ് നടക്കുന്നത്. ശരീരം, ശ്വാസം, സംഗീതം ഇവ ഒരുമിച്ചു ചേർത്തുകൊണ്ടുള്ള അപൂർവ യോഗ നടനമാണ് SK പൊറ്റക്കാട് ഹാളിൽ വെച്ച് നടക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും ഈ യോഗ ക്ലാസ്സിൽ എത്തുന്നുണ്ടെന്നും സംഗീത യോഗാഭ്യാസത്തിലൂടെ പൂർണ്ണ സംതൃപ്തി അവർക്ക് ലഭിക്കുന്നുണ്ടെന്നും ശോഭ അന്തർജനം പറഞ്ഞു. ഫിസിക്കലി, മെന്റലി, ശാരീരികമായും മാനസികമായിട്ടും വളരെ റിലാക്സേഷൻ തരുന്നതാണ് നൃത്തവും സംഗീതവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ വരുന്നത് ഈ നാട്യയോഗ, ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു കോഴ്സാണ് നാട്യയോഗ എന്ന് പറഞ്ഞാൽ. അതിൽ കുട്ടികൾ മാത്രമല്ല, ഒരുപാട് പ്രായമായിട്ടുള്ളവരും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോവാനും മനസ്സിന് നല്ലൊരു സന്തോഷം, ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടാനും വളരെ ഉപയോഗപ്രദമാണ് ഈ കോഴ്സ്. സംഗീത യോഗാഭ്യാസത്തിലൂടെ അമിത വണ്ണം കുറയുന്നു, അലസത ഇല്ലാതാകുന്നു, ശരീരത്തിനും മനസ്സിനും ആയാസം ലഭിക്കുന്നു, മാനസിക പിരിമുറുക്കം കുറഞ്ഞ് മാനസിക ഉന്മേഷവും പ്രദാനം ചെയ്യുന്നുണ്ടെന്നും യോഗയിലെത്തിയവരും സാക്ഷ്യപ്പെടുത്തുന്നു. ഭാരതീയ നൃത്തത്തിന്റെ നാനാവശങ്ങൾ ലളിതമായ രീതിയിൽ നൃത്തത്തിൽ മുൻപരിചയമില്ലാത്തവർക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ക്യാമ്പിന്റെ പ്രത്യേകത. ദർശനം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മഞ്ചാടിക്കൂട്ടം എന്ന പേരിൽ കുട്ടികൾക്കായി വേനലവധി ക്യാമ്പ് സംഘടിപ്പിച്ചു വരികയാണ്. കവി PK ഗോപി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏപ്രിൽ 25 മുതൽ 29 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള വേനലവധിക്കാല ക്യാമ്പിന് തുടക്കമായി. മഞ്ചാടിക്കൂട്ടം എന്ന് പേരിട്ട ക്യാമ്പ് കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് KP സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പറമ്പിൽക്കടവ് MAM UP സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി അനഘ കൃഷ്ണ JS മുഖ്യ അതിഥിയായിരുന്നു. സംസ്ഥാന വിദ്യാഭ്യാസ കരിക്കുലം കമ്മിറ്റി അംഗം KP ആഷിഖ്, ദർശനം സാംസ്കാരിക വേദി സെക്രട്ടറി P സിദ്ധാർത്ഥൻ, മഞ്ചാടിക്കൂട്ടം ക്യാമ്പ് ഡയറക്ടർ MK സജീവ് കുമാർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. തുടർന്ന് രസതന്ത്രം, രസകരം, പരീക്ഷണ നിരീക്ഷണങ്ങൾ എന്ന വിഷയത്തിൽ ബേപ്പൂർ U മൊയ്തീൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. ഉച്ചയ്ക്ക് ശേഷം വിസ്മയത്തുമ്പത്ത് മാജിക് മാമൻ എന്ന വിഷയത്തിൽ ബാലചന്ദ്രൻ കൊണ്ടോടിയും ക്ലാസ് എടുത്തു. അതിനുശേഷം ദിനാന്ത അവലോകനവും ചേർന്നു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. റെഡി ആയില്ലേ? ദാ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു.
വർദ്ധിപ്പിച്ച ത്രൈമാസ സീറ്റ് ടാക്സ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കോൺട്രാക്ട് കാരേജ് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ RTO ഓഫീസിന് മുന്നിൽ സൂചനാ സമരം നടത്തി. ഓൾ കേരള കോൺട്രാക്ട് കാരേജ് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് RDO ഓഫീസിലേക്ക് സൂചനാ സമരം സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലയിലെ 300-ൽ പരം ട്രാൻസ്പോർട്ട് കാരേജ് ഉടമകൾ സമരത്തിൽ പങ്കെടുത്തു. വർദ്ധിപ്പിച്ച ത്രൈമാസ സീറ്റ് ടാക്സ് വർധനവ് പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ബജറ്റ് നിർദ്ദേശത്തിലെ 339-ാം വകുപ്പായി നിർദ്ദേശിച്ച ആഡംബര നികുതിയുടെ പേരിൽ പുഷ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള വണ്ടികളുടെ കൂടി സീറ്റുകൾക്ക് ടാക്സ് വർദ്ധിപ്പിച്ച് 1000 രൂപയാക്കിയ നടപടി പിൻവലിക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ T. നസുദ്ദീൻ പറഞ്ഞു. ഈ വർധനവ് എറണാകുളം, കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലും ഇത് ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മോഹൻകുമാർ അധ്യക്ഷം വഹിച്ചു. വിനോദ് കുമാർ, K. സേതുമാധവൻ, എബി, വിജു, വിജയൻ എന്നിവർ നേതൃത്വം നൽകി. പട്ടിക വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന സംവരണ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളിലുള്ള മത്സരം നിർത്തിവെക്കണമെന്ന് ദ്രാവിഡ വർഗ ഐക്യവേദി ആവശ്യപ്പെട്ടു. ഇങ്ങനെയുള്ള സംവരണ മണ്ഡലങ്ങളിൽ പട്ടിക വിഭാഗക്കാരുടെ സംഘടനകൾ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളെ ആയിരിക്കണം നിർത്തി മത്സരിപ്പിക്കേണ്ടതെന്നും ജനറൽ സെക്രട്ടറി KK കേശവൻ പറഞ്ഞു. ഒരു കാലത്ത് അടിമകളായിരുന്ന ഇന്ത്യയിലെ പട്ടിക വിഭാഗങ്ങൾക്ക് സവർണ വിഭാഗത്തോടൊപ്പം മുഖ്യധാരയിൽ എത്തുന്നതിനായാണ് സംവരണം കൊണ്ടുവന്നത്. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ പങ്കാളികളായാൽ മാത്രമേ ഉന്നമനം സാധ്യമാകൂ. അതിനായി പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ സംഘടനകൾ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം. ഏതെങ്കിലും ഒരു പാർട്ടിയെ പിന്താങ്ങി അവർ പരാജയപ്പെടുമ്പോൾ ഭരണത്തിലുള്ള തങ്ങളുടെ പ്രാതിനിധ്യമാണ് നഷ്ടപ്പെടുന്നതെന്ന് ദ്രാവിഡ വർഗ ഐക്യവേദി ജനറൽ സെക്രട്ടറി KK കേശവൻ പറഞ്ഞു. അതെല്ലാം തന്നെ ആ ഡിമാൻഡുകളെല്ലാം തന്നെ സംവരണ സീറ്റുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള മത്സരം നിർത്തിവയ്പ്പിക്കുവാനും ആ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള അവകാശം പട്ടികജാതി സംഘടനകൾക്കും പട്ടികവർഗ സംഘടനകൾക്കും നൽകുവാനുമാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അത് മൗനമാണ്. ഭരണ പങ്കാളിത്തത്തിനായി സംവരണ മണ്ഡലങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളിലുള്ള മത്സരം നിർത്തിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ അവകാശങ്ങൾ നേടിയെടുക്കാനായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും KK കേശവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കനാൽ വെള്ളം എത്തിക്കുന്നത് താൽക്കാലികമായി നിർത്തിയതുമൂലം പൂനൂർ പുഴയിലെ വെള്ളം വീണ്ടും കുറഞ്ഞു. ഇതോടെ നഗരത്തിലെ പല ഉയർന്ന പ്രദേശങ്ങളിലേക്കും ജലമെത്തിക്കുന്ന പൂളക്കടവ് മൂഴിക്കൽ പ്ലാന്റിലെ പമ്പിംഗ് ഘട്ടം ഘട്ടമാക്കി. ചെറിയ കുഴികളിൽ നിന്നാണ് ഇപ്പോൾ വെള്ളമെടുക്കുന്നത്. പൂനൂർ പുഴയിൽ പൂളക്കടവ് ഭാഗത്തെ ജലനിരപ്പ് ഉയർത്തുന്നതിനായി എത്തിച്ച കനാൽ വെള്ളം പൂർണ്ണമായും നിർത്തി. നേരത്തെ 26 സെന്റിമീറ്റർ വരെ നൽകിയ വെള്ളം പിന്നീട് 8 സെന്റിമീറ്ററായി കുറച്ചിരുന്നു. ബുധനാഴ്ച വൈകിട്ടോടെ അത് പൂർണ്ണമായും നിർത്തി. ഈ വെള്ളം പൂളക്കടവ് പുതിയങ്ങാടി കനാലിലേക്ക് തിരിച്ചുവിട്ടു. ഈ ഭാഗത്തേക്കുള്ള കനാലിൽ വെള്ളമില്ലാത്തതിനാൽ കരുവശ്ശേരിയിലെ നാട്ടുകാർ മൂട്ടോളിയിലെ ഇറിഗേഷൻ ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയിരുന്നു. പുഴയിലെ ജലനിരപ്പ് കുറഞ്ഞതിനാൽ സമ്മർ പമ്പിംഗ് നടത്തിയാണ് ജല അതോറിറ്റിയുടെ പൂളക്കടവ് പമ്പ് ഹൌസിലെ കിണറിലേക്ക് വെള്ളം എത്തിച്ചത്. വെള്ളം വളരെ കുറഞ്ഞതിനാൽ പുഴയിലെ ചെറിയ കുഴിയിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ. കനാൽ വെള്ളം എത്തിക്കുന്നതിൽ നിന്നാൽ പൂളക്കടവിലെ പഴയ പമ്പ് ഹൌസിൽ നിന്നുള്ള തുടർച്ചയായ പമ്പിംഗ് മുടങ്ങി. 2 മണിക്കൂർ വരെ ഇടവിട്ടാണ് പമ്പിംഗ് നടക്കുന്നത്. നഗരത്തിലെ പല ഉയർന്ന പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നത് ജല അതോറിറ്റിയുടെ മൂഴിക്കൽ പൂളക്കടവ് പ്ലാന്റുകളിൽ നിന്നാണ്. പുഴയിലെ വെള്ളം കുറഞ്ഞതിനാൽ കനാൽ വെള്ളം എത്തുന്നതായിരുന്നു ആശ്വാസം. ഇതുകൂടി നിന്നത് ഇവിടുത്തെ പമ്പിങ്ങിനെയും ബാധിക്കും. ഇരുചക്ര വാഹനങ്ങൾ, ടാക്സികൾ എന്നിവയുടെ നികുതി ഭീമമായി വർദ്ധിപ്പിക്കുകയും 5 വർഷത്തേക്ക് മുൻകൂർ വാങ്ങുകയും ചെയ്യുന്ന സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് A. പ്രദീപ് കുമാർ MLA. മോട്ടോർ വാഹന തൊഴിലാളികളുടെ കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു MLA. വർദ്ധിപ്പിച്ച മോട്ടോർ വാഹന നികുതി പിൻവലിക്കുക, സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കുന്നതിന് അടിക്കടിയുള്ള പ്രീമിയം വർധനവ് പിൻവലിക്കുക, വാഹന തൊഴിലാളി ക്ഷേമനിധി ഫണ്ട് ദുരുപയോഗം ചെയ്യാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CATU നേതൃത്വത്തിൽ കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. A. പ്രദീപ് കുമാർ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇരുചക്ര വാഹനങ്ങൾ, ടാക്സികൾ എന്നിവയുടെ നികുതി ഭീമമായി വർദ്ധിപ്പിക്കുകയും 5 വർഷത്തേക്ക് മുൻകൂർ വാങ്ങുകയും ചെയ്യുന്ന സർക്കാർ നടപടി ഏറെ പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ മേഖലയിൽ ഉടമയും തൊഴിലാളിയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത നിലയാണ്. മിക്കവാറും ഓട്ടോറിക്ഷയാണെങ്കിൽ, ടാക്സി ആണെങ്കിൽ തൊഴിലാളി ഉടമയൊക്കെ ഒന്ന് തന്നെ. വലിയ വാഹനങ്ങളുടെ ബസ്സിന്റെയൊക്കെ കാര്യത്തിൽ ചിലപ്പോൾ ഉടമയും തൊഴിലാളിയും വ്യത്യാസം ഉണ്ടാവും. അത് അവരപ്പുറത്ത് സമരം ചെയ്യുന്നുണ്ട്. എന്തായാലും അവരും ചെറുകിട ആളുകളാണ്, വൻകിട കമ്പനികളൊന്നുമല്ല. A. സോമശേഖരൻ, P. ബാലൻ നായർ, KK മമ്മു, KV രാമചന്ദ്രൻ, BP കുഞ്ഞൻ, KG അശോകൻ, MV കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി.
നിലവാരമില്ലാത്ത ബാറുകളുടെ ലൈസൻസ് പ്രശ്നത്തിൽ മന്ത്രി കെ ബാബു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനം കിഡ്സൺ കോർണറിൽ സമാപിച്ചു. തുടർന്ന് മന്ത്രിയുടെ കോലം കത്തിച്ചു. നിലവാരമില്ലാത്ത ബാറുകളുടെ ലൈസൻസ് പുതുക്കണമെന്ന ഹർജിയിൽ വാദം കേൾക്കുന്ന ജഡ്ജിയെ ദൂതനെ വിട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ച മന്ത്രി കെ ബാബു രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തി. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനം LIC കോർണറിൽ സമാപിച്ചു. തുടർന്ന് കോലം കത്തിച്ചു. പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് C അശ്വിനി ദേവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി M വരുൺ ഭാസ്കർ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് ടൗൺ ബ്ലോക്ക് സെക്രട്ടറി KV പ്രമോദ്, ജില്ലാ കമ്മിറ്റി അംഗം KP മുഹമ്മദ് കോയ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലേക്ക് സ്വകാര്യ ബസ് ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ ഡിവൈഎഫ്ഐ പുതിയങ്ങാടി മേഖലാ കമ്മിറ്റി അംഗം AP ബിജീഷിനെ പരിക്കേറ്റു. ബിജീഷിനെ ബീച്ച് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് മുതലക്കുളത്തായിരുന്നു സംഭവം. ബസ് പ്രകടനത്തിലേക്ക് ഓടിച്ചു കയറ്റിയ ഡ്രൈവർക്കെതിരെ കേസെടുക്കണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ചൈൽഡ് ഏജ് എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക്കേഷന്റെ ചിത്രശലഭം ബാലപ്രതിഭ ചെറുകഥ പുരസ്കാരം വിതരണം ചെയ്തു. മലപ്പുറം പുല്ലങ്കോട് HSS വിദ്യാർത്ഥിനി K ഗായത്രിക്ക് കഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പുരസ്കാരം സമർപ്പിച്ചു. RK മോഹനൻ സംവിധാനം ചെയ്ത ചിത്രം തടവറയും സ്വപ്നങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ഇംഗ്ലീഷ് പദങ്ങളെ ഒട്ടിക്കാനുള്ള പശയായി മലയാളം മാറിയെന്ന് കഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. ഇൻഡോർ സ്റ്റേഡിയം കോൺഫറൻസ് ഹാളിൽ ചൈൽഡ് ഏജ് എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക്കേഷൻസിന്റെ ചിത്രശലഭം ബാലപ്രതിഭ ചെറുകഥാ പുരസ്കാരം സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. സംസാര ഭാഷയിലെ മിക്ക പദങ്ങളും ഇംഗ്ലീഷായി. പല ഇംഗ്ലീഷ് വാക്കുകൾക്കും ഫലപ്രദമായ മലയാളം വാക്കുകളില്ല. സൈബർ സ്പേസിലെ എഴുത്തുകാരുടെ ഇടപെടൽ ഭാഷയ്ക്ക് പുത്തനുണർവ് സമ്മാനിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സൈബർ സ്പേസ് വന്നതോടുകൂടി മലയാളം കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ധാരാളം ആളുകൾ അതിൽ എഴുതുകയും അവരുടെ ആശയങ്ങൾ മലയാളത്തിൽ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് വലിയൊരു നെറ്റ്വർക്ക് നമ്മുടെ ഭൂമിക്ക് മേലെ ആകാശത്തിൽ നടക്കുന്നു. മലപ്പുറം പുല്ലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി K ഗായത്രി പുരസ്കാരം ഏറ്റുവാങ്ങി. മുനീർ അഗ്രഗാമി രചിച്ച പുസ്തകം ശ്രേഷ്ഠ മലയാളം കഥാകൃത്ത് റഹ്മാൻ കിടങ്ങയം സിനിമാ സംവിധായകൻ RK മോഹന് നൽകി പ്രകാശനം ചെയ്തു. ദർശന TV പ്രോഗ്രാം പ്രൊഡ്യൂസർ നാലാപ്പാടം പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. രഘുനാഥൻ കൊളത്തൂർ, സജി കള്ളിക്കാട്ട്, സിത്താര സത്താർ, സുജിത് കുട്ടനാരി, മുനീർ അഗ്രഗാമി എന്നിവർ സംസാരിച്ചു. KR മോഹനൻ സംവിധാനം ചെയ്ത ചിത്രം തടവറയും സ്വപ്നങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ചെറുവണ്ണൂർ കളത്തിങ്ങൽ കുടുംബ സംഗമം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരും പരിപാടിയിൽ സംബന്ധിച്ചു. ചെറുവണ്ണൂർ കളത്തിങ്ങൽ ഫാമിലി അസോസിയേഷൻ കുടുംബ സംഗമം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. നല്ലളം സർക്കിൾ ഇൻസ്പെക്ടർ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. കളത്തിങ്ങൽ മൊയ്തീൻ ഹാജി അധ്യക്ഷം വഹിച്ചു. ആബിദ് ഹുദ്വി തച്ചണ്ണ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന പൗരന്മാരെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. MC മായിൻ ഹാജി, കോർപ്പറേഷൻ കൌൺസിലർമാരായ T മൊയ്തീൻ കോയ, ശ്രീജ ഹരീഷ്, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MP ആദം മുൽസി, അസോസിയേഷൻ സെക്രട്ടറി ഉമ്മർ കോയ, അബൂബക്കർ, സുരേന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമം പരിപാടിയിൽ കലാപരിപാടികളും അവാർഡ് ദാനവും നടന്നു. കൊയിലാണ്ടി നടേരി ഭാഗങ്ങളിൽ മൃതദേഹം സംസ്കരിക്കാനുള്ള സൗകര്യത്തിനായി മൊബൈൽ ചൂള സജ്ജമാക്കി. AKG സാംസ്കാരിക വേദി മുന്നിട്ടിറങ്ങി ജനങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തിയാണ് ചൂള തയ്യാറാക്കിയത്. നടേരി AKG സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മൊബൈൽ ചൂള നാടിന് സമർപ്പിച്ചു. ജനങ്ങളിൽ നിന്നുമുള്ള ധനസമാഹാരത്തോടെയാണ് മൊബൈൽ ചൂള നിർമ്മിച്ചത്. K ദാസൻ MLA കാവുംവട്ടം UP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചൂള നാടിന് സമർപ്പിച്ചു. സാംസ്കാരിക രംഗത്തെല്ലാം പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക വീക്ഷണം വെച്ച് പുലർത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ്.
ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളുടെ അപൂർവമായ പ്രവർത്തനത്തിന് ഞാൻ ആമുഖമായി പറഞ്ഞത്. സാധാരണഗതിയിൽ അങ്ങനെ ചിന്തിക്കുന്നത് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമാണ് കണ്ടുവരുന്നത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഇന്ദിര ടീച്ചർ, സി വി മാധവൻ, ജമാൽ മാസ്റ്റർ, ആർ കെ അനിൽകുമാർ, പി പി കരുടൻ, കെ ഭാസ്കരൻ, ടി ഇ ബാബു, ഖാദർ ടി, അബ്ദുള്ള, എം ശേഖരൻ, സാംസ്കാരിക വേദി പ്രസിഡന്റ് എം രവീന്ദ്രൻ, പി കെ വിനോദ് കുമാർ, ജയകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നല്ലൂർ ശാന്തിതീരം റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷികം കുടുംബ സംഗമമായി ആഘോഷിച്ചു. ഫറൂഖ് കോളേജ് പ്രസിഡന്റ് ഇ പി ഇമ്പിച്ചിക്കോയ ഉദ്ഘാടനം ചെയ്തു. ഫറോക്ക് നല്ലൂർ ശാന്തിതീരം റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷികാഘോഷ പരിപാടികൾ നല്ലൂരങ്ങാടി കുറുക്കാവിൽ പാടത്ത് നടന്നു. വിവിധ പരിപാടികളോടുകൂടി കുടുംബസംഗമമായാണ് വാർഷികാഘോഷങ്ങൾ നടന്നത്. ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഇ പി ഇമ്പിച്ചിക്കോയ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ശാന്തിതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പൂതേരി പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. ശാന്തിതീരം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സി കെ പ്രിയൻ, ഫറോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മജീദ്, വാർഡ് മെമ്പർ ഷീബ, ഗോപാലകൃഷ്ണൻ, ഹരിഹരൻ മാസ്റ്റർ, വേണുഗോപാൽ, വൈഷ്ണ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മഴക്കാല രോഗങ്ങൾ സംബന്ധിച്ച് കൊയിലാണ്ടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ശില്പശാല സംഘടിപ്പിച്ചു. കാവുംവട്ടം AUP സ്കൂളിൽ നടന്ന ശില്പശാല നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഇന്ദിര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മഴയെ വരവേൽക്കൂ, മഴക്കാല രോഗങ്ങളെ തടയൂ എന്ന മുദ്രാവാക്യമുയർത്തി അരിക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൊയിലാണ്ടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗങ്ങൾക്കെതിരെ സെമിനാർ സംഘടിപ്പിച്ചു. കാവുംവട്ടം AUP സ്കൂളിൽ നടന്ന സെമിനാർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഇന്ദിര ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ പി വി മാധവൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് അഷ്റഫ്, ഡോക്ടർ ബെന്ന എന്നിവർ ക്ലാസുകളെടുത്തു. കെ ഭാസ്കരൻ, പി മുരളീധരൻ, വിനോദ്, ആലീസ് ഉമ്മൻ, കൌൺസിലർ അനിൽകുമാർ, പി സി ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഇടതുപക്ഷ ചിന്തകൻ, എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ സാന്നിധ്യമറിയിച്ച എ സോമന്റെ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 26 മുതൽ 30 വരെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനം, ഡോക്യുമെന്ററി, സിനിമ, നാടകം, സംഗീതം, കവിത, പ്രഭാഷണങ്ങൾ തുടങ്ങിയ പരിപാടികൾ നടത്തും. 30-ന് വൈകുന്നേരം എ ശാന്തകുമാർ സംവിധാനം ചെയ്ത തിയറിറ്റിക്കൽ സ്റ്റോറി ടെല്ലിംഗും ഉണ്ടായിരിക്കുമെന്നും സോമൻ അനുസ്മരണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ത്രിദിന യുവ മാധ്യമ ശില്പശാല ഏപ്രിൽ 27-ന് കോഴിക്കോട്ട് ആരംഭിക്കും. വെള്ളിമാട് കുന്നിലെ PMOCയിൽ നടക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പിൽ സംസ്ഥാനത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 200 മാധ്യമ വിദ്യാർത്ഥികളും ലേഖകരും പങ്കെടുക്കും. 27-ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ടൈംസ് ഓഫ് ഇന്ത്യ എഡിറ്റർ സ്പെഷ്യൽ പ്രോജക്ട്സ് ജോസി ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ CDSകളുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 28, 29 തീയതികളിൽ കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ച് മൈക്രോ എന്റർപ്രൈസസ് എക്സ്പോ സംഘടിപ്പിക്കും. ഏപ്രിൽ 28-ന് തിങ്കളാഴ്ച രാവിലെ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ സംരംഭങ്ങളും സാധ്യതകളും, സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീയിലൂടെ എന്നീ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടിവെള്ളം അമൂല്യമാണ്, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്ന സന്ദേശവുമായി ശുദ്ധം സുന്ദരം നമ്മുടെ കോഴിക്കോട് പദ്ധതി തയ്യാറാവുന്നു. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന്റെ 23-ാം വാർഷികം. അക്ഷരം പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതി 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിലെത്തി. വിവിധ തരത്തിലുള്ള നികുതി നിരക്കിൽ വ്യാപക പ്രതിഷേധം. മോട്ടോർ വാഹന ഉടമകളും തൊഴിലാളികളും സമരരംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.